ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ സാമ്പാറാണ്. സാമ്പാർ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ സ്വാദിഷ്ടമായിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം. കുക്കറിലാണ് സാമ്പാർ വെക്കുന്നത്. എങ്ങനെ സാമ്പാർ വെക്കാം നമുക്ക് നോക്കാം. കറികളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സാമ്പാർ. അത് രുചികരമായി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അതിന് നമ്മൾ പച്ചക്കറികൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏത്തയ്ക്ക, ചേന, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, 2 സവാള, പച്ചമുളക്, തക്കാളിപ്പഴം, ഇങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ചേർക്കുന്നുണ്ട്. കിഴങ്ങ് എല്ലാം ചേർക്കുന്നുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പച്ചക്കറി കഷ്ണങ്ങളും നമുക്ക് സാമ്പാറിനകത്ത് ചേർക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് അത് കൂടാതെ പച്ചക്കറികൾ അത്രയും കൂടാതെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ ചെറിയ ഉള്ളി, ഒരു പാത്രം ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 പച്ചമുളക് എരിവിനനുസരിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തോമര, സാമ്പാർ തോമരയാണേ. മഞ്ഞപ്പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നുണ്ട് ഇത്രയും ഒരു കഷ്ണം കായം. കായം നല്ലപോലെ ചേർക്കണം കേട്ടോ. അത് നല്ലൊരു കഷ്ണം കായം. കറിവേപ്പില. ഇനി നമ്മൾ കഷ്ണത്തിൻ്റെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കണം. ഉപ്പ് പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ജാറിന് 1 ജാർ വെള്ളമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അത് മതി തൽക്കാലം ഇത് വേവുന്നതിന് വേണ്ടി. ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. കണ്ടോ വെള്ളത്തിൻ്റെ ലെവൽ കണ്ടോ? നമ്മൾ ആ ഒരു പാത്രം വെള്ളം എടുത്തേക്കുന്നത് വെള്ളത്തിൻ്റെ ലെവലുണ്ടോ? കണ്ടോ ഇങ്ങനെ ഒരു കണക്കിൽ. ചേനയൊക്കെ ഉണ്ടല്ലോ, വേവണം. ഇതിന് കറക്റ്റ് 3 വിസിലടിക്കുമ്പോൾ ഇത് ഓഫ് ചെയ്യണം. 3 കൂടുതൽ അടിക്കരുത്, കഷ്ണം വെന്ത് പോകും. തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോഴൊന്നും. ഇതെല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടേ തീ ഓൺ ചെയ്യത്തുള്ളൂ. നമുക്കിനി കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കറൊന്ന് തുറന്ന് നോക്കാം. 3 വിസിലൊക്കെ അടിച്ച് എയർ പോയൊക്കെ ഇരിക്കുക. കണ്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതായിട്ട് വെന്തിരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന സാമ്പാർ പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് നമ്മൾ എല്ലാം പച്ചപ്പൊടികളാണേ, നമ്മളൊന്നും ചൂടാക്കിയിട്ടില്ല. നമ്മൾ ഇതിനകത്ത് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടി, ഉലുവാപ്പൊടി മാത്രമാണ് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുത്തു വച്ചേക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി ഈ പാത്രത്തിൽ തരുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ പുളി എടുത്ത് വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് കൂടെ ചേർക്കാം. നമുക്ക് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കണം. നമുക്കേ ശകല വെള്ളം കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് തിളയ്ക്കാൻ വെക്കാം. ഇത് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് വിടുന്ന ബാക്കി സാധനങ്ങളുടെ തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, ശകലം ഉലുവ, പച്ചുലുവ, ചുമന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. ഇത് 2 പാകമാകുമ്പോൾ നമുക്ക് തീ അങ്ങോട്ട് കുറച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളകും കൂടെ ഇതിനകത്തിട്ട് ചൂടാക്കാം. എന്നിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ബാക്കി നമ്മുടെ ചട്ടിയുടെ എണ്ണയുടെ ഒക്കെ ചൂടിൽ ബാക്കി ചൂടായിക്കോളും. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് തീ ഉടനെ തന്നെ ഓഫ് ചെയ്യാം. അപ്പം അത് കറക്റ്റ് ചൂടായി പരുവത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ തീ ഇട്ടുകൊണ്ട് ചെയ്താൽ മൂത്ത് പോകും. ഇത് പരുവത്തിനാക്കുന്നത് നമുക്കിത് സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് പരുവത്തിനുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ എല്ലാവരും സാമ്പാർ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.